ഹേ ഹേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ യൂറോപ്പിൽ മൊത്തം സമ്മർ സീസൺ ആയതുകൊണ്ട് ഫുൾ ബെറീസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സീസണാണ്. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ സ്ട്രോബെറി പിക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഉൾവ എന്ന് പറയുന്ന ഗംലുപ്സാലയിലെ കടന്നിട്ട് ഒരു കൺട്രി സൈഡായിരുന്നു. അപ്പോൾ ഉൾവയിലോട്ട് ഞങ്ങളെല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ സ്ട്രോബെറി പിക്കിങ് മാത്രമല്ല, റാസ്ബെറി, പിന്നെ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി ഒക്കെ നമുക്ക് അവിടെയും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ എൻട്രി ഫീസ് ഉണ്ട് അവിടെ. അപ്പോൾ ഒരാൾക്ക് 100 ക്രോൺസ് കൊടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറി. നിറച്ച് ഞങ്ങൾ കയറിയുന്നത് സ്ട്രോബെറീൻ്റെ ഒരു സ്ഥലത്തേക്കായിരുന്നു. സ്ട്രോബെറി അല്ലാണ്ട് വേറെയും കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഇതേപോലെ നമ്മൾ വീട്ടിൽ നിന്ന് കണ്ടെയ്നർ എടുത്തിട്ട് വരാം. ഇനി കണ്ടെയ്നർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ 20 ക്രോൺസ് കൊടുത്തിട്ട് വാങ്ങാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ അവിടെ നിന്നുള്ള ചെറിയൊരു പുളിപ്പുള്ള അല്ലെങ്കിൽ നല്ല മധുരമുള്ള കുറേ സ്ട്രോബെറീസ് നമ്മൾ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ കുറേ സ്ട്രോബെറീസ് ഞങ്ങൾ ഇതേപോലെ കഴിക്കും. അവിടുന്ന് കുറേ കണ്ടെയ്നറിലാക്കുകയും ചെയ്തു. ലാസ്റ്റ് നമുക്ക് ഇതേപോലെ കണ്ടെയ്നറിലാക്കിയ സ്ട്രോബെറീസ് അടക്കം നമുക്ക് ഇതേപോലെ വെയ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെയ്റ്റിനനുസരിച്ചുള്ള സ്ട്രോബെറീസിൻ്റെ പേയ്മെൻറ്റ് നടത്തിയാൽ മതി. അപ്പോൾ നമുക്ക് എൻട്രി ഫീസിൻ്റെ കൂടെ തന്നെ നമുക്കിത് മൈനസ് ചെയ്തുകൊണ്ട് അപ്പോൾ അത്രയുള്ളൂ. ഹേഡോ.